ഹലോ ഫ്രണ്ട്സ്, ഫ്രീ സ്റ്റിച്ചിങ് ക്ലാസ്സിൻ്റെ 11ാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണിക്കാൻ വേണ്ടി പോകുന്നത് വെസ്റ്റേൺ ഫ്രോക്കിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സെമി അംബ്രല്ല ഫ്രോക്ക് പഠിച്ചിട്ടുണ്ടായിരുന്നു. കാണാത്തവർക്ക് വേണ്ടിയിട്ട് ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ കണ്ടല്ലോ, ഇതാണ് നമ്മുടെ വെസ്റ്റേൺ ഫ്രോക്കിൻ്റെ ഏകദേശം മോഡൽ എന്ന് പറയുന്നത്. 2 ലെയറിൽ വരുന്നൊരു സ്ലീവ്, ആ ഒരു രീതിയിലാണ് നമ്മളിന്ന് ചെയ്യാൻ വേണ്ടി പോകുന്ന ഫ്രോക്ക്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ഫ്രോക്കാണ്. നമ്മൾ ബേസിക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി എല്ലാ കാര്യങ്ങളും നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പഠിച്ചിട്ടുണ്ട്. നമുക്ക് മെഷർമെൻറ്റുകളും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. നെക്ക് വിടുത്ത് വരുന്നത് 2.25 ഇഞ്ചാണ്. യോക്ക് ലെങ്ത്ത് 7 ഇഞ്ച് വരുന്നുണ്ട്. ബോട്ടം ലെങ്ത്ത് 11 ഇഞ്ചാണ്. ഇനി ബാക്കി വരുന്ന മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ തുണിയിൽ ഞാൻ കട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. അപ്പോൾ ഈ ഒരു മോഡൽ എല്ലാവരും ഇപ്പോൾ ഈ ഒരു ട്രെൻഡ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോഴത്തെ ഈ ഒരു വെസ്റ്റേൺ ടൈപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെടും. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുള്ളൊരു ഫ്രോക്കാട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഈ ഒരു ചെക്ക് ടൈപ്പ് മെറ്റീരിയലാണ്. ഇത് നമ്മുടെ ഷർട്ട് പീസ് ഉണ്ടല്ലോ, അങ്ങനത്തെ പീസാണ്. ആ ഒരു ഷർട്ട് പീസിൽ നിന്ന് ഞാൻ കട്ട് ചെയ്തെടുത്തതാട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് ഫ്രണ്ട് പീസിനും അതുപോലെ ബാക്ക് പീസിനും നമുക്ക് ഒരുമിച്ചിട്ട് തന്നെ കട്ട് ചെയ്യാം. അപ്പോൾ തുണി ഇതുപോലെ 2 ആക്കി വിരിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിനെ നമുക്ക് ഒന്നും കൂടി മടക്കി കൊടുക്കാം. ഇപ്പോൾ ഇത് 2 ആക്കിയിട്ടാണ് മടക്കിയിട്ടുള്ളത്. ഓക്കെ, ഞാൻ ഇതിൻ്റെ മെഷർമെൻറ്റ് ഒന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിൻ്റെ മെഷർമെൻറ്റ് പറയുന്നത് കണ്ടല്ലോ, 12 ഇഞ്ച് വരുന്നുണ്ട് ഇതിൻ്റെ മെഷർമെൻറ്റ്. അതുപോലെ ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് 8 ഇഞ്ചാണ്. അപ്പോൾ ഈ ഒരു പീസിനെ നമുക്ക് ഇവിടെ നിങ്ങൾ നോക്കുക, യോക്ക് ലെങ്ത്ത് വരുന്നത് 7 ഇഞ്ചാണ്. പക്ഷേ അതിനേക്കാളും 1 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ വെച്ചിട്ടുണ്ട്, 8 ഇഞ്ച് വെച്ചിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഇത്ര ആവശ്യം വരില്ല. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളിത് കട്ട് ചെയ്ത് കളയും. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്നുകൂടി കാണിക്കുക. 12 ഇഞ്ചാണ് ഇതിൻ്റെ വിടുത്ത് വരുന്നത്. ഓക്കെ, ഇതിനെ നമ്മൾ ഒന്നും കൂടി മടക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ടോട്ടലി 4 ആയിട്ടാണ് നമ്മൾ ഈ ഒരു പീസിനെ മടക്കി കൊടുക്കുന്നത്. കണ്ടല്ലോ, 4 ആയിട്ട് നമ്മളിത് വരുന്നുണ്ട്. ഓക്കെ, ഇനി എങ്ങനെയാണ് ഇതിൻ്റെ കട്ടിങ്? വളരെ സിമ്പിളാണ്. ഏറ്റവും താഴെ നിന്ന് നമുക്കൊരു 1.5 ഇഞ്ച് നമുക്ക് മുകളിലേക്ക് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നെക്ക് വിടുത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. നെക്ക് വിടുത്ത് നമ്മൾ എത്രയാണ് കൊടുത്തിട്ടുള്ളത്? 2.25 ഇഞ്ചാണല്ലേ കൊടുത്തിട്ടുള്ളത്. ആ 2.25 ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഈ 2 പോയിന്റുകൾ തമ്മിൽ ഇങ്ങനെയൊന്ന് യോജിപ്പിച്ചെടുക്കണം. നമുക്ക് സ്കെയിൽ വെച്ചിട്ട് യോജിപ്പിച്ചെടുക്കായിരിക്കും ഏറ്റവും നല്ലത്. സ്കെയിൽ വെച്ചിട്ട് ഈ 2 പോയിന്റുകൾ തമ്മിൽ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഈ ഒരു ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇവിടെയാണ് നമ്മൾ സ്ലീവ് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, ഇതിപ്പോൾ നമ്മുടെ ഫ്രണ്ട് പീസ് മാത്രമാണ് ആയിട്ടുള്ളത്. ഫ്രണ്ട് പീസും അതുപോലെ ബാക്ക് പീസും. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ലൈനിങ്ങും കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതേ മെറ്റീരിയൽ തന്നെയാണ് ഞാൻ ലൈനിങ് കട്ട് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ അത് ഞാൻ ലൈനിങ് കട്ട് ചെയ്ത് ഞാൻ കാണിക്കുന്നില്ല. നിങ്ങൾക്ക് അറിയാമല്ലോ, സെയിം പീസ് വെച്ചിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. ഇപ്പോൾ ഇതിൻ്റെ സൈഡിൽ ഇതുപോലെ ജോയിനിങ് ഉണ്ടാവും. നമ്മൾ 4 ആക്കിയിട്ടാണല്ലോ മടക്കിയിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. അപ്പോൾ കണ്ടല്ലോ, 2 പീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള ലൈനിങ് കട്ട് ചെയ്യാം. ഞാനിവിടെ ഓൾറെഡി ലൈനിങ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 4 ആക്കി തുണി മടക്കിയിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മളിപ്പോൾ ഈ മെയിൻ പീസ് വെച്ചിട്ട് കട്ട് ചെയ്തു. അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ അറിയാവുന്ന കാര്യമാണ്. നമ്മൾ ബേസിക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി ഇപ്പോൾ ഫ്രോക്ക് നമ്മളിപ്പോൾ ഒരു 3-4 ഡിസൈൻസ് ഓൾറെഡി പഠിച്ച് കഴിഞ്ഞില്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഏതായാലും നമ്മൾ പറയുന്നതൊക്കെ പെട്ടെന്ന് മനസ്സിലായിട്ടുണ്ടാവും നിങ്ങൾക്കറിയാം. ഇനി കാണാത്തവർ, നമ്മൾ ഫ്രീ സ്റ്റിച്ചിങ് ക്ലാസ് കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. എല്ലാവരും ഒന്ന് കണ്ടു നോക്കേ. അപ്പോൾ ലൈനിങ്ങിനുള്ളതും അതുപോലെ നമ്മുടെ മെയിൻ പീസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവിനുള്ളതാണ്. സ്ലീവിൻ്റെ ഫസ്റ്റ് ലെയറാണ് ഇപ്പോൾ ഇത് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്തും വിടുത്തും എത്രയാണെന്ന് ജസ്റ്റ് ഞാനൊന്ന് കാണിക്കാം. ഇതിൻ്റെ വിടുത്ത് വരുന്നത്, നമുക്ക് ആദ്യം ലെങ്ത്ത് നോക്കാം. ലെങ്ത്ത് വരുന്നത് 7 ഇഞ്ചാണ്. ഉണ്ടല്ലോ, ഇതിൻ്റെ വിടുത്ത് നോക്കാം. വിടുത്ത് വരുന്നത് 16 ഇഞ്ചാണ്. ഓക്കെ, 1 ഇഞ്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ കുറഞ്ഞിട്ട് പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വിടുത്ത് വരുന്നത് എത്രയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്? 7 ഇഞ്ചാണ്. പക്ഷേ നമ്മൾ ഈ ഒരു 3 ഇഞ്ചിൽ നമ്മൾ ഈ തുണിയെ ഇതുപോലെ അങ്ങ് മടക്കി കൊടുക്കണം. കണ്ടല്ലോ, 2 പീസാക്കി മാറ്റി. 3 ഇഞ്ച് നമ്മൾ മടക്കിയിട്ടുള്ളത് കണ്ടല്ലോ, ഇത് 3 ഇഞ്ചാണ്. ഫസ്റ്റ് ലെയർ 3 ഇഞ്ച്, താഴത്തേക്ക് വരുന്നത് എത്രയാണ്? 4 ഇഞ്ചാണ് അല്ലേ. അപ്പോൾ ഈ 3 ഇഞ്ചിൽ കിടക്കുന്നത് നമ്മുടെ ലൈനിങ് ആണ്. ഫസ്റ്റ് ലെയറിൻ്റെ ലൈനിങ് ആണ്. ലൈനിങ്ങും തുണിയും കൂടി നമ്മൾ മെയിൻ തുണിയും കൂടി ഒരുമിച്ച് നമ്മളങ്ങ് കട്ട് ചെയ്തു. അങ്ങനെയായിട്ട് വരുന്നത് 7 ഇഞ്ച്, ടോട്ടൽ 7 ഇഞ്ച്. അതിൽ 3 ഇഞ്ച് നമ്മുടെ ലൈനിങ്ങും 4 ഇഞ്ച് നമ്മുടെ മെയിൻ ഫസ്റ്റ് ലെയറിൻ്റെ തുണിയാണ് വരുന്നത്. കണ്ടല്ലോ, ഇതുപോലത്തെ 2 പീസ് നമുക്ക് വേണം. ഇത് നമുക്ക് ഒറ്റ സ്ലീവിനും വേണ്ടിയിട്ടുള്ളതാണ്. നമുക്ക് ഇതുപോലത്തെ ഒരു സ്ലീവും കൊണ്ട് മറ്റേ സ്ലീവിനുള്ളതും കൂടി നിങ്ങൾ കട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഒറ്റ സ്ലീവിനുള്ള തുണി ഇതുപോലെ 2 ആക്കി മടക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ കട്ട് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ ഇത് കട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച് നമ്മളെ മെയിൻ തുണി ഉണ്ടല്ലോ, ആ മെയിൻ തുണി വെച്ചിട്ടാണ്, അതായത് ഫ്രണ്ടും ബാക്കും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് വെച്ചിട്ട് തന്നെയാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതാ ഫസ്റ്റ് ലെയറിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഈ ഒരു തുണിയെ നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ വെക്കുന്ന സമയത്ത് ശ്രദ്ധിക്കാം. കണ്ടല്ലോ, നമ്മുടെ ഈ ഒരു യോക്കിൻ്റെ പീസ് ഉണ്ടല്ലോ, ഇത് കണ്ടല്ലോ, ഒരു 1/2 ഇഞ്ച് മുകളിലേക്ക് തള്ളി നിൽക്കുന്ന രീതിയിലാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. ഇനി ഇതേ ഷേപ്പിൽ നമുക്ക് ഇവിടെ കട്ട് ചെയ്ത് മാറ്റാം. ഓക്കെ, അപ്പോൾ ഒന്നുമില്ല, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ യോക്കിൻ്റെ ഭാഗം 1/2 ഇഞ്ച് മുകളിലേക്ക് കയറ്റി വെക്കുക കേട്ടോ. അത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് പീസ് വരുന്നത്. ഇതുപോലത്തെ ഒരു പീസും കൂടി നമുക്ക് കട്ട് ചെയ്തെടുക്കണം. കണ്ടല്ലോ, ഞാൻ 2 പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 സ്ലീവിനുള്ള പീസാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് സെക്കൻഡ് ലെയർ നോക്കാം. സെക്കൻഡ് ലെയർ ഇതാണ് വരുന്നത്. സെക്കൻഡ് ലെയർ അത്യാവശ്യം കുറവായതുകൊണ്ട് ഞാൻ ജസ്റ്റ് ചെറിയൊരു പീസിലേക്ക് യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ വീതി എന്ന് പറയുന്നത് 5.5 ഇഞ്ചാണ്. നമുക്ക് 5 ഇഞ്ച് എടുത്താൽ മതി, അല്ലെങ്കിൽ 5.5 ഇഞ്ച്, നിങ്ങളുടെ ഇഷ്ടം പോലെയാണ്. ഞാനിവിടെ 5.5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു ഫസ്റ്റ് ലെയറിനേക്കാളും ഒരു ഇഞ്ച് ശകലം, 1 ഇഞ്ചോ അല്ലെങ്കിൽ
1.5 ഇഞ്ചോ കൂടി നിൽക്കുന്ന രീതിയിൽ നമുക്ക് ഫസ്റ്റ് ലെയർ സെക്കൻഡ് ലെയർ എടുക്കാം. കണ്ടല്ലോ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് ലെയറും സെക്കൻഡ് ലെയറും തമ്മിലുള്ള വ്യത്യാസം വരുന്നത്. രണ്ടിൻ്റെയും വലുപ്പ വ്യത്യാസങ്ങൾ നിങ്ങൾ നോക്കുക. ഒന്ന് 4 ഇഞ്ചാണ്, ഫസ്റ്റ് ലെയർ നമ്മുടെ 4 ഇഞ്ചായിരുന്നു. പക്ഷേ സെക്കൻഡ് ലെയർ നമ്മൾ 5 ഇഞ്ച് അല്ലെങ്കിൽ 5.5 ഇഞ്ച്, ഞാനിപ്പോൾ ഇവിടെ 5.5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതെങ്ങനെ കട്ട് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ വീതിയും കൂടി ഞാൻ കാണിക്കാം. ഇതിൻ്റെ വീതി വരുന്നത് ഏകദേശം 20 ഇഞ്ചിൻ്റെ അടുത്ത് വരുന്നുണ്ട്. കണ്ടല്ലോ, ഇത് 20 ഇഞ്ചാണ് വരുന്നത്. അതായത് നമ്മൾ കുറച്ച് സെക്കൻഡ് ലെയർ ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് റഫിൾസ് ഇട്ടിട്ടാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ 2 പീസ് വേണം നമുക്ക്. 2 സ്ലീവ് വേണമല്ലോ. അപ്പോൾ 2 സ്ലീവിനുള്ള 2 പീസ് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഇതിനെ ഇതുപോലെ 2ആക്കി മടക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ ചെയ്തപ്പോൾ തന്നെ നമുക്ക് ഇതിനെയും കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ലെയർ വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. കണ്ടല്ലോ, ഫസ്റ്റ് ലെയർ നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് ലെയർ എന്ത് ചെയ്യുക, കുറച്ച് ഒന്ന് മുകളിലേക്ക് ശകലം ഇതുപോലെ കയറ്റി വെക്കുക കേട്ടോ. ഒരു ഇഞ്ചോളം അല്ലെങ്കിൽ 1.5 ഇഞ്ചോളം നമുക്കങ്ങ് മുകളിലേക്ക് കയറ്റി വെച്ചിട്ട് എന്നിട്ട് വേണം നമ്മളിത് ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിവിടെ ഒറ്റ സ്ലീവ് ഇപ്പോൾ കട്ട് ചെയ്ത് മാറ്റി. ഇനി ഇതേ അളവിൽ തന്നെ നമുക്ക് രണ്ടാമത്തെ സ്ലീവിനുള്ളതും കട്ട് ചെയ്യണം. അപ്പോൾ ഇതാ നേരത്തെ ഇതേ അളവിൽ വരുന്ന തുണി കൂടി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ഇതാ ഈ ഒരു പീസിൻ്റെ ഈ ഒരു സൈഡ് വശം കൂടി നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. ഇത് സെക്കൻഡ് ലെയറാണ് വരുന്നത്. സെക്കൻഡ് ലെയർ ഇപ്പോൾ 2 സ്ലീവ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചു. അപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ കംപ്ലീറ്റ് കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇതെങ്ങനെ സ്റ്റിച്ച് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സെക്കൻഡ് ലെയർ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ താഴ്വശം നമുക്കൊന്ന് മടക്കി തയ്ക്കണം കേട്ടോ. അപ്പം സെക്കൻഡ് ലെയറിൻ്റെ താഴ്വശം അതുപോലെ ഫസ്റ്റ് ലെയറിൻ്റെ താഴ്വശം. ഓക്കെ, ഇത് മാറ്റി വെക്കുക. ഞാൻ ഫസ്റ്റ് ലെയർ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ലെയർ വരുന്നത്. കണ്ടല്ലോ, താഴ്വശം. ഇതിൻ്റെ താഴ്വശമാണ് നമുക്ക് മടക്കി തയ്ക്കേണ്ടത്. ലൈനിങ് വരുന്ന ഭാഗത്തേക്ക് നമ്മളിതുപോലെ മടക്കി തയ്ക്കാം കേട്ടോ. ലൈനിങ് ഞാനിതുപോലെ നിവർത്തി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിനെ നമുക്ക് മടക്കി തയ്ക്കാം. ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് നിന്ന് കാണിക്കാം. നമ്മുടെ സെക്കൻഡ് ലെയറാണ് ഞാനിപ്പോൾ ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അതിൻ്റെ താഴ്വശം നമ്മൾ ഇതുപോലെ ഒരു ഇഞ്ച് വീതിക്ക്, 1 ഇഞ്ച് വീതിയല്ല, 1/2 ഇഞ്ച് മടക്കിയിട്ട് നമുക്കിത് 1 ഇഞ്ചിൽ നമുക്കതങ്ങ് സ്റ്റിച്ച് ചെയ്ത് വെക്കാം. നമ്മുടെ സെക്കൻഡ് ലെയർ സ്റ്റിച്ചിങ് കഴിഞ്ഞു. ഇത് നമ്മുടെ ഫസ്റ്റ് ലെയറാണ്. ഫസ്റ്റ് ലെയറിൻ്റെ താഴ്വശം ഇതുപോലെ മടക്കി കൊടുക്കുക. എന്നിട്ട് അവിടെയും നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ലെയർ വരുന്നത്. ഇനി നമ്മുടെ സെക്കൻഡ് ലെയറിൻ്റെ ടോപ്പിലായിട്ട് നമ്മളിതുപോലെ ലോങ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മുടെ മെഷീനിൽ ലോങ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാകും. സ്റ്റിച്ചിൻ്റെ ലെങ്ത്ത് കൂട്ടി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഈ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഈ ഒരു സ്റ്റിച്ച് ഇതുപോലെ നൂലുകൾ ഇതുപോലെ ഓപ്പൺ ആക്കി കൊടുക്കട്ടെ. എന്നിട്ട് ഒരു നൂല് ഇതുപോലെ പിടിച്ചിങ്ങനെ വലിക്കുക. പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഞെറിവുകൾ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ലോങ് സ്റ്റിച്ചിൻ്റെ ലെങ്ത്ത് കൂട്ടിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ഇതിൽ ചുളിവുകൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ഫസ്റ്റ് ലെയറിന് ഞാൻ ഇതുപോലെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ മുകളിലേക്ക് വരുന്ന നമ്മുടെ ലൈനിങ് ആണ്. ഇനി ലൈനിങ്ങിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ ഒരു സെക്കൻഡ് ലെയറിനെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ കണ്ടല്ലോ, നമ്മൾ ഈ ഒരു പീസിനെ ഇതിൻ്റെ മുകളിലേക്ക് വെച്ചെടുക്കണം. എന്നിട്ട് ഇതാ ഇവിടെ കൊടുത്തിട്ടുള്ള ഈ ചുളിവുകൾ, ഈ ഫ്രിൽസ് നമ്മൾ ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ വലിച്ചിട്ട് ആ ഒരു ലെങ്ത്തിലേക്ക്, ഫസ്റ്റ് ലെയറിൻ്റെ ലൈനിങ്ങിൻ്റെ ആ ലെങ്ത്തിലേക്ക് നമ്മൾ ഇതിനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. കണ്ടല്ലോ, ഇതുപോലെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഒരേ ലെവലിലേക്ക് നമ്മളിതിനെ കൊണ്ടുവരിക. അപ്പോൾ ഇത് വലിയ ഒരുപാട് ഫ്രിൽസ് നമുക്കിതിൽ കിട്ടില്ല, ചെറിയ ഫ്രിൽസ് നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കിത് എന്നിട്ട് ഇത് കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വെച്ച് ഈ ലൈനിങ്ങിൻ്റെ താഴ്വശത്ത് വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നമ്മളിത് കമഴ്ത്തിയിടുന്ന സമയത്ത് ഈ ഒരു പീസ് അതിൻ്റെ ഉള്ളിലേക്ക് പോകും. ഇത് ഈ ഒരു ഭാഗത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. കണ്ടല്ലോ, ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കാണിക്കുകയാണ്. അപ്പോൾ നമ്മൾ എല്ലാ ഭാഗത്തും ഒരുപോലെ ഈക്വലായിട്ട് ഇതുപോലെ ഇങ്ങനെ ഫ്രിൽസ് വരുന്ന രീതിയിൽ നമ്മൾ ഇതിനെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണ്ടോ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതേ ലൈനിങ്ങിൻ്റെ അതേ ലെങ്ത്തിലേക്ക് തന്നെ കൊണ്ടുവരാൻ ശ്രമിക്കണം. ലൈനിങ് വലുതും ഫ്രിൽസ് ഇട്ടത് ചെറുതും ആവാൻ പാടില്ല കേട്ടോ. ഒരേ ലെങ്ത്ത് തന്നെ കിട്ടണം. കണ്ടല്ലോ, അപ്പോൾ ഇതുപോലെ നമ്മൾ പീസിനെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിനെ ഓപ്പൺ ചെയ്ത് കാണിക്കാം. അപ്പോൾ ഇത് ഇങ്ങനെയാണ് നമ്മുടെ ഒരു സ്ലീവ് വരുന്നത്. മുകളിലുള്ളത് ഫസ്റ്റ് ലെയർ, താഴെ വരുന്നത് നമ്മുടെ സെക്കൻഡ് ലെയർ. ഓക്കെ, സെക്കൻഡ് ലെയർ നമ്മൾ യോജിപ്പിച്ചെടുത്തിട്ട് ഫസ്റ്റ് ലെയറിൻ്റെ ലൈനിങ്ങിലേക്കാണ്. ഇതാണ് നമ്മുടെ സ്ലീവ്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് സെക്കൻഡ് സ്ലീവും ചെയ്തെടുക്കണം. ഇതിൻ്റെ മുകളിൽ നമുക്ക് അലാസ്റ്റിക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ഒരു 1/4 ഇഞ്ച് വീതിക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. കണ്ടല്ലോ, ഇതുപോലെ നമ്മളൊരു 1/4 ഇഞ്ച് വീതിയിൽ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. 1/4 ഇഞ്ചിൻ്റെ അലാസ്റ്റിക്കാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതാ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഇലാസ്റ്റിക് എടുത്തിട്ടുണ്ട്. 1/4 ഇഞ്ച് വീതി വരുന്ന ഇലാസ്റ്റിക് ആട്ടോ നമുക്ക് വേണ്ടത്. അപ്പോൾ എൻ്റെ കയ്യിൽ 1/4 ഇഞ്ച് ഇല്ലാത്തതുകൊണ്ട് 1/2 ഇഞ്ചിന് ഞാൻ 2 ആക്കിയിട്ട് മാറ്റിയിട്ട് 1/4 ഇഞ്ച് ആക്കി എടുത്തതാട്ടോ. 1/4 ഇഞ്ച് ഇലാസ്റ്റിക്കാണ്. ഇതിൻ്റെ ലെങ്ത്ത് പറയുന്നത് 3 ഇഞ്ചാട്ടോ. 3 ഇഞ്ച് ലെങ്ത്തിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഒരു സൈഡിൽ ഇതുപോലെ പിന്ന് കുത്തിയിട്ട് നമുക്കിതാ ഈ ഒരു ഹോളിലൂടെ ഇതിന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇലാസ്റ്റിക് ഇടാൻ എല്ലാവർക്കും അറിയാമല്ലോ. ഹോളിലൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് മറ്റേ സൈഡിലേക്ക് ആ ഒരു ഇലാസ്റ്റിക്കിനെ പുറത്തേക്ക് എടുക്കണം. അപ്പോൾ കണ്ടല്ലോ, ഞാൻ ഒന്ന് ഫാസ്റ്റായിട്ട് കാണിക്കാം. ഇതുപോലെ പിന്ന് വെച്ചിട്ട് നമ്മൾ പാൻറ്റിലൊക്കെ കയറ് കോർക്കുന്ന പോലെ തന്നെയാണ് ഇലാസ്റ്റിക് കോർക്കാൻ. ഇതുപോലെ കറക്റ്റായിട്ട് നമ്മൾ കോർത്തെടുക്കുക. എന്നിട്ട് നമുക്ക് 2 സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വെക്കാം. സ്റ്റിച്ച് ചെയ്യുന്ന കൂടെ തന്നെ ഈ ഒരു ഫസ്റ്റ് ലെയറും കൂടി നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കാം കേട്ടോ. പിന്നെ മറ്റേ സൈഡിലും നമുക്ക് സ്റ്റിച്ച് ചെയ്യാം.
ഈ ഒരു ഇലാസ്റ്റിക്കിൻ്റെ ഭാഗം അവിടെ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ലെയർ കൂടി സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്കിങ്ങനെ കൊണ്ടുവരാം. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഒരു സ്ലീവിൻ്റെ വർക്ക് വരുന്നത്. സ്ലീവിൻ്റെ മുകളിൽ നമുക്ക് ഇലാസ്റ്റിക് വരും, ഫസ്റ്റ് ലെയറും സെക്കൻഡ് ലെയറും. ഇനി നമുക്ക് ബോഡി പീസ് എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. ഇത് ബോഡി പീസിൻ്റെ ഫ്രണ്ട് പീസും അതിൻ്റെ ലൈനിങ്ങും ആണ്. രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ഒരുമിച്ച് രീതിയിൽ വരുന്ന രീതിയിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ മുകൾ വശത്ത് നമുക്ക് ഒരു 1/2 ഇഞ്ച് വീതിക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്ക് പീസും ചെയ്തെടുക്കണം. ഇത് കണ്ടല്ലോ, ഇത് നമ്മുടെ ബാക്ക് പീസാണ് ഞാൻ അടുത്തത് എടുക്കുന്നത്. അതിൻ്റെ മുകൾ വശത്ത് നമ്മൾ ഇതുപോലെ ഒരു 1/2 ഇഞ്ച് വീതിക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഈ ഒരു യോക്കിലേക്ക്, നമ്മുടെ ബോഡി പീസിലേക്ക് നമ്മുടെ സ്ലീവിനെ നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കണം. അതെങ്ങനെ ചെയ്യാന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത്. കണ്ടല്ലോ, ഇതാണ് നമ്മുടെ ബോഡി പീസ്. മുകളിൽ നമ്മൾ 1/2 ഇഞ്ച് വീതിക്ക് തയ്ച്ച് വെച്ചിട്ടുണ്ട്. കണ്ടല്ലോ, ഇതാണ് തയ്ച്ച് വെച്ചിട്ടുള്ളത്. നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ സ്ലീവിൻ്റെ പോർഷൻ എടുക്കാം. എന്നിട്ട് ഇതാണ് നമ്മുടെ നല്ല വശം വരുന്നത്, ഉൾവശത്ത്. ഈ ഉൾവശത്ത് നമ്മുടെ ഈ ഒരു ഇലാസ്റ്റിക് വരുന്ന ഭാഗം ആ ഒരു ജോയിൻറ്റിലേക്ക് കറക്റ്റായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു പീസിനെ മുകളിലേക്ക് കവർ ചെയ്ത് വെച്ചിട്ട് ഇവിടെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഈ ഒരു സൈഡിലായിട്ട് വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്ന ഒന്നുമില്ല. നമ്മുടെ ബോഡി പീസിൻ്റെ ഉള്ളിലേക്ക് നല്ല വശത്തേക്ക് നമ്മുടെ സ്ലീവിൻ്റെ പോർഷൻ വെച്ചിട്ട് ഈ ഒരു സൈഡ് വശം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്യുകയാണ്. അപ്പോൾ ഒരു സ്ലീവ് ഞാൻ ചെയ്യുന്നത് കാണിക്കാം, മറ്റേ സ്ലീവ് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുക. വളരെ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റില്ല, വളരെ കൺഫ്യൂഷൻ ഒന്നുമില്ല. നിങ്ങൾ ഇതിൻ്റെ കൂടെ തന്നെ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എളുപ്പത്തിൽ കിട്ടും, ചെയ്യാൻ വേണ്ടിയിട്ട് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഈ ഒരു സൈഡ് വശം നമ്മൾ ഇങ്ങനെ ജോയിൻ ചെയ്ത് ഇവിടെ വെച്ച് അവസാനിപ്പിച്ചു. ഒരു സ്ലീവിൻ്റെ ഒരു സൈഡ് വശം നമ്മൾ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്, അതായത് ഒരു സൈഡിലേക്ക് നമ്മൾ ജോയിൻ ചെയ്തെടുത്തു. ഇനി ഇതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു സ്ലീവിൻ്റെ മറ്റേ വശം കൂടി, അതായത് ബാക്ക് സൈഡിലേക്ക് നമുക്കിതിനെ യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ചെയ്ത പോലെ തന്നെ ഒന്നുമില്ല, ഇതിനെ നമ്മൾ ഓപ്പൺ ആക്കി വെക്കുന്നു. എന്നിട്ട് അതിൻ്റെ ആ ജോയിൻറ്റിലേക്ക് നമ്മുടെ ഈ സ്ലീവിൻ്റെ മറ്റേ വശം വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ഇവിടെയും കൂടി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, നമ്മുടെ ആ ലെയറുകൾ ഫസ്റ്റ് ലെയറും സെക്കൻഡ് ലെയറും ഒരുമിച്ച് ആ ഒരു പീസിൻ്റെ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്ത് പോകുന്നുണ്ടോ എന്നുള്ളത് കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2 സ്ലീവും ജോയിൻ ചെയ്തെടുത്തിട്ടുള്ളത് കാണിക്കാം. കണ്ടല്ലോ, ഇതുപോലെ ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്കിതിൻ്റെ സൈഡ് ഫിറ്റിംഗ് ചെയ്യണം. അപ്പോൾ സൈഡ് ഫിറ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടും ഒരുപോലെ വെച്ചിട്ട് ഈ ഒരു സൈഡിൽ നിന്ന് നമുക്കിത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം. ഇത്രയേ ഉള്ളൂ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്, വളരെ എളുപ്പമാണ്. ഇതുപോലെ തന്നെ മറ്റേ സൈഡിലും നമുക്ക് ഈ ഒരു സ്ലീവിൻ്റെ താഴെ വശം തുടങ്ങിയിട്ട് സൈഡ് വശം ജോയിൻ ചെയ്തെടുക്കാം. കണ്ടല്ലോ, ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. രണ്ടും നമ്മുടെ യോക്കിൻ്റെ ഭാഗങ്ങൾ ഒരുമിച്ച് കറക്റ്റായിട്ട് പിടിക്കുക. അതുപോലെ സ്ലീവിൻ്റെ ഭാഗത്ത് നമ്മൾ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് താഴെ വശത്ത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ബാക്കിൽ കെട്ടി പിടിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നമ്മുടെ യോക്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കെട്ടും കൂടി പിടിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് മനസ്സിലാവുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ പറയാം കേട്ടോ. അപ്പോൾ കണ്ടല്ലോ, നമ്മളിപ്പോൾ നമ്മുടെ യോക്കിൻ്റെ ഭാഗം ബോഡി പീസ് കംപ്ലീറ്റ് നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി താഴത്തേക്കുള്ള പീസ് നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കണം. അതിന് ഓൾറെഡി ഞാനിവിടെ പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ലെങ്ത്തും വിഡ്ത്തും എത്രയാണെന്ന് ജസ്റ്റ് ഞാനൊന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ ഓപ്പൺ ചെയ്ത് വെച്ചാണ്. ഇത് 2 പീസസ് ഉണ്ട്. ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് 11.5 ഇഞ്ചാണ് ലെങ്ത്ത് എടുത്തിട്ടുള്ളത്. 10 ഇഞ്ചാണ് എനിക്ക് വേണ്ടത്, പക്ഷേ 1.5 ഇഞ്ച് കൂട്ടിയിട്ട് 11.5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വിടുത്ത് എത്രയാണെന്നുള്ളത് കാണിക്കാം. വിടുത്ത് ഇതുപോലെ ഒരു 28 ഇഞ്ചോളം ഞാൻ എടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ 2 പീസസ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഒറ്റ പീസാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ എടുക്കാം. ഇനി 2 സൈഡിൽ നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം. കണ്ടല്ലോ, 2 സൈഡ് ഞാൻ ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ്. ഒറ്റ പീസാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് ഒറ്റ സൈഡ് ജോയിൻ ചെയ്യേണ്ടാവുള്ളൂ. അപ്പോൾ ഇതിൻ്റെ സൈഡ് വശം ഞാൻ ഇതുപോലെ ലോക്ക് ചെയ്ത് അടിക്കുന്നുണ്ട് കേട്ടോ. കാരണം ഈ ഒരു തുണിയുടെ പ്രത്യേകത നിങ്ങൾക്കറിയാമല്ലോ, നമ്മളിങ്ങനെ പിന്നി വരുന്ന തുണിയാണ്. അപ്പം അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാം. ഇനി ഇതിൻ്റെ മുകൾ വശത്ത് നമുക്കിത് ഫ്രിൽസ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ സ്ലീവിൽ ചെയ്ത പോലെ തന്നെ സ്റ്റിച്ചിൻ്റെ ലെങ്ത്ത് കൂട്ടിയിട്ട് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നൂല് വലിച്ച് കൊടുക്കുക കേട്ടോ. കണ്ടല്ലോ, ഒരു സൈഡിൽ നിന്ന് നൂല് ഇങ്ങനെ വലിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതുപോലെ ഫ്രിൽസ് കിട്ടും. നമ്മൾ സ്ലീവിൽ ചെയ്തല്ലോ, അതേ സെയിം മെത്തേഡ് തന്നെയാണ്. ഇനി ഇല്ല, നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യേണ്ട, നമുക്ക് നോർമലായിട്ട് നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് പോലെ ചെയ്യുന്ന മെത്തേഡ് മതിയെങ്കിൽ നമുക്ക് അങ്ങനെയും ചെയ്യാം. നമുക്ക് ഐഡിയക്ക് അനുസരിച്ച് ചെയ്യാം. പക്ഷേ എനിക്കൊന്നും കൂടി ഈ ഒരു വെസ്റ്റേൺ ടൈപ്പ് ഡ്രസ്സിൽ ഇങ്ങനത്തെ മോഡൽ, ഈ ഒരു ചെറിയ പ്ലീറ്റ്സുകളായതുകൊണ്ട് നമുക്ക് ഈ ഒരു മോഡൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ഒന്നുകൂടി ഭംഗി അതായിരിക്കും. അപ്പം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ഇനി അതല്ല, ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ, സ്റ്റിച്ചിൻ്റെ ലെങ്ത്ത് കൂട്ടാനൊക്കെ നിങ്ങൾക്ക് അറിയില്ല, അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സാധാരണ നമ്മൾ ഇതിന് മുമ്പത്തെ ഫ്രിൽസ് ഫ്രോക്കിലും അതിലൊക്കെ ചെയ്ത പോലെ തന്നെ പ്ലീറ്റ്സ് ഇട്ടിട്ട് നമ്മൾ 1 ഇഞ്ച് പ്ലീറ്റ്സോ 1/2 ഇഞ്ച് പ്ലീറ്റ്സിലൊക്കെ ചെയ്യാം. ആ രീതിക്ക് ചെയ്യാം. കണ്ടല്ലോ, ഇത് നമ്മളിപ്പോൾ ഇവിടെ ഇങ്ങനെ നോക്കുക, നമ്മുടെ വേസ്റ്റിനോട് കറക്റ്റായിട്ട് നമ്മൾ വെച്ച് നോക്കുക, ലെങ്ത്ത് കൂടുതലുണ്ടോ ഇല്ല എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. എന്നിട്ട് ലെങ്ത്ത് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്ലീറ്റ്സ് ഒന്നും കൂടി ഇങ്ങനെ നീക്കി കൊടുത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇനി വേസ്റ്റിനേക്കാളും കൂടുതലാണെങ്കിൽ നൂല് വലിച്ചിട്ട് നമുക്ക് അതിനെ അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ഇതുപോലെ വരുന്ന രീതിയിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. വേസ്റ്റ് ഇപ്പോൾ കറക്റ്റായിട്ടുണ്ട്. ഇനി ഈ ഒരു പീസിനെ നമ്മൾ ഈ ഒരു യോക്കിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കുക.
ഇനി നമ്മുടെ ബോഡി പീസിൻ്റെ സൈഡ് വശം അതുപോലെ തന്നെ സ്കേർട്ട് ഭാഗത്തിൻ്റെ സൈഡ് വശം കൂടി ഇതുപോലെ ഒരുമിച്ച് ചേർത്ത് വെച്ചിട്ട് ഇവിടെ ഒന്ന് പിൻ ചെയ്ത് വെക്കാം. ഇതുപോലെ സൈഡിൽ നമ്മൾ ഇതുപോലെ ചെയ്യാം, മറ്റേ സൈഡിലും ഇതുപോലെ തന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ രണ്ട് സൈഡും ജോയിൻ ചെയ്തതിന് ശേഷം നമുക്ക് ഇത് ഫുൾ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അത് നിങ്ങൾക്ക് അറിയുണ്ടാവും, കാരണം നമ്മൾ ഇതിന് മുമ്പ് പഠിച്ചിട്ടുള്ള ഫ്രോക്കിലൊക്കെ ചെയ്ത പോലെ തന്നെ വ്യത്യാസമൊന്നുമില്ല. കംപ്ലീറ്റ് ഇതുപോലെ പിടിച്ചിട്ട് ഫുൾ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഈ ഫ്രിൽസുകളൊക്കെ ഒന്ന് റെഡി ആക്കിയിട്ട് ഒരേ ലെവലിൽ എല്ലാ ഭാഗത്തും ഈക്വലായിട്ട് വരുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്തിട്ട് കറക്റ്റ് ഇതുപോലെ വെച്ചിട്ട് നമുക്കിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം കേട്ടോ. ഈ ഒരു സമയത്ത് നിങ്ങൾ ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക, 2 തവണ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ലോക്ക് സ്റ്റിച്ച് കൊടുക്കുക. നമ്മൾ ഐഡിയക്ക് അനുസരിച്ച് ചെയ്യാം. ഡബിൾ സ്റ്റിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി നന്നായിരിക്കും. പെട്ടെന്ന് തുന്നിട്ട് വരിക, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഇതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഫ്രോക്ക് കംപ്ലീറ്റ് ആയി. അപ്പോൾ ഞാൻ ഫ്രോക്കിൻ്റെ ഫൈനൽ വ്യൂ കാണിക്കാം. ഇതാണ് നമ്മുടെ ഫ്രോക്ക് വരുന്നത്. ഒരു വെസ്റ്റേൺ മോഡൽ ടൈപ്പാണ്. നമ്മുടെ സ്ലീവ് ആണ് ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കേണ്ട. ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ. ഫ്രീ സ്റ്റിച്ചിങ് ക്ലാസ്സിൻ്റെ വീഡിയോ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം.